ഗുഡ് മോർണിംഗ് എല്ലാ മലയാളികൾക്കും വീണ്ടും ആസി ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ പ്രാവശ്യത്തെ വീഡിയോസ് ഞാൻ എന്നെ കാണിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് കുറച്ചധികം പരിപാടികൾ വേറെ കിടക്കുന്നതുകൊണ്ട്, തിരക്കായതുകൊണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് വീഡിയോ തരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ്. What is the intentions of my person? What is the intention of your person in your relationship? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിപ്പോൾ 4 ഫയലായിട്ട് നമുക്ക് എടുക്കാം. 4 ഫയലായിട്ട് നമുക്ക് ഇതെടുക്കാം. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3, ഫയൽ നമ്പർ 4. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ്, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റൻഷൻസ്. ഓക്കെ, ഫയൽ നമ്പർ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 4 ഫയൽസ് ഉണ്ട്. കറക്കി കുത്തരുത്, ദൈവത്തെ ഓർത്ത് കറക്കി കുത്തരുത്. ആസ്ക് യുവർ ഇൻഡ്യൂഷൻസ്, റൈറ്റ്? നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചിട്ട്, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് ആ നമ്പർ എടുക്കുക. ഓക്കെ, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. പിന്നെ ഇതൊരു കോമൺ റീഡിംഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഓൾറൈറ്റ്. സോ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഫയൽ നമ്പർ 1ൻ്റെ വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഫയൽ നമ്പർ 1. Okay, I'm sorry, I have to put it like that because Ace of Cups have to come here, this have to go here. Okay, so Ace of Cups is the result. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചലഞ്ചിങ് ആണ്. അതേസമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. പൈസ വരും, പണം വരും എന്ന് ധരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഒരു പാസ്റ്റ് റിലേഷൻ, ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു പക്ഷേ ബ്രേക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് വാച്ച് ചെയ്യണേ. കാരണം എനിക്കിവിടെ ഒരു ഡെത്ത് കാർഡ് കാണുന്നുണ്ട്, 4 ഓഫ് സോൾസ് കാണുന്നുണ്ട്. അപ്പം സ്റ്റെബിലിറ്റിയിൽ എന്തോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എന്തോ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ ആൾക്ക് ഒരു പ്രത്യേക സൈക്കിള് ഇപ്പം ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു സൈക്കിളിലേക്ക് പോവുകയായിരിക്കും. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഡെത്ത് കാർഡ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബാഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, ഈ ആളുടെ ജീവിതത്തിൽ അതിലൊരു ആളെ മാറ്റിയെടുക്കാൻ, ഒരാളുടെ ജീവിതത്തിൻ്റെ ലെവലിനെ ഒരു പക്ഷെ ആൾ ചിന്തിച്ച് അല്ലെങ്കിൽ ജീവിച്ച രീതിയിലല്ല നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ ആൾക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ ഈ മനുഷ്യൻ്റെ, ഈ ആളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ കൂടെ കുറേ കാര്യങ്ങൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് ഒരു ഇൻറ്റൻഷനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു നല്ല ഹൈ ഇൻഡ്യൂഷനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ കാലിബറുള്ള, എന്നാൽ വളരെയധികം സ്നേഹമുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു ഹൈ പ്രീസ്റ്റസ് ആയിട്ടാണ്
ഈ വ്യക്തി കാണുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് ദിസ് പേഴ്സൺ ഈസ് ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം യു. പേഴ്സണൽ, അവരുടെ ജീവിതത്തിലെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിനകത്തെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ കുറേയധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ദ വെൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ വെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിഗ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞാൽ സ്കോർപ്പിയൻ എനർജി എന്നൊക്കെ പറയും. അതായത് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ത്വരത, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആളുടെ ഒരു ഇൻറ്റൻഷനാണ്. അതായത് മേ ബി യു ആർ വെരി റിസോഴ്സ്ഫുൾ. നിങ്ങളുടെ റിസോഴ്സസ് ആവശ്യത്തിൽ ഉപയോഗിക്കാനായിട്ട് ഈ ആൾക്ക് താല്പര്യമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൽ അൾട്ടിമേറ്റ്ലി സ്നേഹമുണ്ട്. സ്നേഹം, ഏസ് ഓഫ് കപ്സ്, പുതിയൊരു തുടക്കമുണ്ട്. എന്തായാലും പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇതിനകത്തൊരു പുതിയ തുടക്കമുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ ഇതിൽ വളരെയധികം സ്നേഹം ഈ മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്നേഹം തന്നെയാണ്. അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് വെരി അബൻഡന്റ്, വെരി ഫെയ്ത്ത്ഫുൾ, ട്രസ്റ്റഡ് റിലേഷൻ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ചലഞ്ചിങ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ചലഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം മേ ബി ഞാൻ പറഞ്ഞു, ഈ ഒരു വ്യക്തിയുടെ പ്രീവിയസ് ലൈഫ് പോലെയല്ല ഇപ്പം ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു ഭയങ്കര ചലഞ്ചാണ്. ഓക്കെ, 5 of Pentacles. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം ഇപ്പോൾ. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു ബെനഫിറ്റ് കിട്ടാൻ ഒരു സാധ്യത നിങ്ങളിലുണ്ടെന്നുള്ളതും ഒരു ബെനഫിറ്റാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഫസ്റ്റ് പാർട്ട് നമ്പർ 1ന്റെ ഇൻറ്റൻഷൻസ് വരുന്നത്. സപ്പോർട്ടിങ്സ്, പാർട്ട് നമ്പർ 1 വാട്ട് ഈസ് ജഗ്ലിംഗ് ഉണ്ട്. ജഗ്ലിംഗ് ഓഫ് ഐഡിയാസ്. ഓക്കെ, രണ്ട് വ്യക്തികൾ എന്നല്ല പറയണേ. അപ്പോൾ ഒരേ സമയം 2-3 കാര്യങ്ങൾ ഒരേ സമയം നടത്താനുള്ള നിങ്ങളുടെ കഴിവിനെ ഇവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കഴിവാണെങ്കിൽ. അതല്ലെങ്കിൽ ഇതൊരു മൾട്ടി ടാസ്ക്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻറ്റൻഷനിൽ ഒരു ഡയറക്ഷൻ ലോസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ചലഞ്ചിങ് ന്യൂ സ്റ്റാർട്ട് ഈസ് ദെയർ. ഞാൻ പറഞ്ഞു, പിരിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ ഏസ് ഓഫ് കപ്സ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ ചലഞ്ചിങ് ആയിട്ട് പുതിയൊരു രീതിയിലുള്ള ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ചലഞ്ചിങ് എന്നല്ല പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പുതിയ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോയിന്റ് നമ്പർ 1ന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി പോയിന്റ് നമ്പർ 2ലേക്ക് പോവാം. ഓക്കെ, സോ okay. So pile number 2, what is the intention of your person in your relationship? For pile number 2.
ഓക്കെ, സോ പയൽ നമ്പർ 2 നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കിട്ടിയത് 4 of Wands റിവേഴ്സ് ആണ്. 4 of Wands റിവേഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്ക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവും ഈ വ്യക്തിനെ. ഓക്കെ, അതെനിക്കിവിടെ കാണാം. ബിക്കോസ് ടവർ മൊമെന്റ് ഉണ്ട്, കണ്ടോ? ടവർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായിട്ട് ഒരു ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തിട്ട് അത്രയും നാളുള്ള ബിലീവ്സിനെ അത് മാറ്റുക. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് എന്തോ കാരണം വന്നിട്ട് റിലേഷൻഷിപ്പ് പിരിയുക. അല്ലെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ റീസൺ കൊണ്ട് അത് നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി ഒരു ഇൻസിഡൻറ്റ് ലോട്ടറി അടിക്കുക. അപ്പം നല്ലതും സംഭവിക്കാം, മോശവും സംഭവിക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചാണെന്ന് വെച്ചാൽ ഒരു ടവർ മൊമെന്റ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഈ വ്യക്തി സത്യം പറഞ്ഞാൽ കുറേ അധികം ട്രസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കാരണം വളരെയധികം നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തി. വളരെയധികം സ്നേഹം, ലവേഴ്സ് കാർഡ് ഉണ്ട്, വളരെ ഫിസിക്കലി കോണ്ടാക്ട് ഉണ്ടാവാം, വളരെ നല്ല കോണ്ടാക്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടാവാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ 10 of Cups ആയിരുന്നു നിങ്ങളെക്കുറിച്ച്. അതായത് ഒരു ഹാപ്പി ഫാമിലി, ഹാപ്പി എൻഡിങ്, ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ഇന്റൻഷൻസ് ഉണ്ടായിരുന്നിരിക്കുക. ആൻഡ് ഈ വ്യക്തി സ്റ്റിൽ ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോഴും. ഓക്കെ, ബട്ട് എന്താ ഹാപ്പൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷേക്ക് പറ്റി. ഒന്നില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തതാവാം, അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നേരത്തെ കിട്ടിയതാവാം. ഓക്കെ, ചെറിയൊരു ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ ഒരു സ്നീക്കി പ്ലേ ഒക്കെ ഇയാളുടെ ലൈഫിൽ റീസെൻ്റ്ലി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വർക്ക് പ്ലേസിൽ ഒരു ബാക്ക് സ്റ്റാബിങ്, കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ ഒരു കൈകടത്തൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു പുതിയ സ്റ്റാർട്ട് തുടങ്ങണം, അല്ലെങ്കിൽ പുതിയൊരു ന്യൂ ബിഗിനിങ് വേണം. ബിക്കോസ് ടവർ മൊമെന്റ് ഫിനിഷ് ചെയ്തു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുഷിങ്ങിൽ ഈ വ്യക്തിക്ക് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ബാക്ക് സ്റ്റാബിങ് കാണുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് ഇതിനകത്ത് നടന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വിടുതൽ. കാരണം ഈ വ്യക്തിയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലി, 10 of Cups ആണ്. ദർ ആർ ലോട്ട് ഓഫ് ലവ് ആൻഡ് ലവേഴ്സ് ആസ് വെൽ. ഓക്കെ, ആൻഡ് ന്യൂ ബിഗിനിങ് ഈസ് ദെയർ. ഓക്കെ, സോ ചിലപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കൊണ്ടോ ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടാവണം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് എ പേഴ്സൺ ഹൂ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുക. നിങ്ങളുടെ ഫാമിലിനെ വേറെ ആരുടെയും ഔദാര്യം ഇല്ലാണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു ഇൻറ്റൻഷനും ഈ വ്യക്തിക്കുണ്ട്. പിന്നെ ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് അത്യാവശ്യം പൈസ ആൾക്കുണ്ടാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവാം. അതൊരു ഇന്റൻഷനാണ് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നതിൻ്റെ ഇന്റൻഷൻ കിങ് ഓഫ് പെൻഡക്കിൾസ് അല്ല, പക്ഷെ ഈ ആളൊരു കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ആൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, റൈറ്റ്, ഇന്റൻഷൻ ഉണ്ടാവാം. പക്ഷെ അറ്റ് ദ സെയിം മൊമെന്റ് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ദർ ഈസ് ലവ് ദെയർ, ഹാപ്പി ഫാമിലി ഈസ് ദെയർ. പക്ഷെ അതിൻ്റെ ഇടയിൽ ആരോ ഒരാളോ അങ്ങടോ ഇങ്ങടോ ബാക്ക് സ്റ്റാബുകൾ കളിച്ചിട്ടുണ്ട്. ആ കളി കൊണ്ട് വലിയൊരു ടവർ പൊസിഷൻ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നൗ ദിസ് പേഴ്സൺ ഈസ് തിങ്കിങ് ടു റീബിൽഡ് ദാറ്റ് വൺ. ഓക്കെ, സോ ഗീവ് എ ചാൻസ് ടു റീബിൽഡ് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ആരാണിത് വാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോർട്ടിംഗ് കാർഡ് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഫയൽ നമ്പർ 2 ഉണ്ട്. ഫയൽ നമ്പർ 2 കുറേ കാർഡ് കിട്ടി. അതിനകത്തും എനിക്ക് ഈ 7 of Swords കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു പഴയ റിലേഷൻഷിപ്പിൽ തന്നെ ഈ വ്യക്തി ഹാങ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പേജ് ഓഫ് വാൺസ് ഉണ്ട് എന്ന് വെച്ചാൽ പുതിയൊരു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന അത് പേജ് ഓഫ് വാൺസ് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, പേജ് ഓഫ് വാൺസ്, പേജ് ഓഫ് സോഡ്സ്,
പുതിയത് എന്തോ സ്കിൽഡ് ആയിട്ട് ചെയ്യാനും പുതിയത് എന്തെങ്കിലും വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പുതിയ ലെവലിലേക്ക്. അപ്പം 3 പുതിയത് ഇതാണ് ഏസ് ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് സോർഡ്സ്, sorry, page, this is ace of wands, this is page of swords, and that is page of wands എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഫ്രഷ് സ്റ്റാർട്ടിങ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വളരെയധികം പാഷനും ഉണ്ട്, ലോജിക്കലി ചിന്തിക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ഓപ്പൺ അപ്പ് കൊടുക്കണം, ഹാങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്പർ 3യുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്പർ 3യിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, ഈ ഒരാഴ്ച എല്ലാവർക്കും വളരെ ഭംഗിയായിട്ടൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നുണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കുറച്ച് തോന്നുന്നു. എന്നാലും സാറ്റർഡേ സൺഡേ ഒന്നും നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ദർ ഈസ് സംതിങ്, റൈറ്റ്? ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, പൈൽ നമ്പർ 3, വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ഇൻ യുവർ റിലേഷൻഷിപ്പ്? പൈൽ നമ്പർ 3. Pile number 3. ഇതൊരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട് ഇന്റൻഷനിൽ. സെപ്പറേഷൻ എന്ന് വെച്ചാൽ മേ ബി ഇത് ഓൾറെഡി സെപ്പറേറ്റഡ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ആരോ ഒരാൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അത് ഈ വ്യക്തിയുടെ ഇന്റൻഷനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വളരെയധികം സാഡ്നെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ വളരെയധികം സ്റ്റേബിളായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഇത് ഒരു സ്റ്റേബിളായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയാണ്. എംപറർ കാർഡാണ്. ഓക്കെ, സ്റ്റേബിളായിട്ടും വളരെയധികം സ്റ്റേബിളായിട്ടും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്റൻഷനിൽ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഈ വ്യക്തിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഒരു ഇന്റൻഷനും സ്റ്റെബിലിറ്റിയും ഡിസിപ്ലിനൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. പിന്നെ 5 ഓഫ് വാണ്ട്സ് ഒരു ഇന്റൻഷനായിട്ട് വരാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഈ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കുറവ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ച് ഉണ്ടായിരുന്നുണ്ടാവും. ആ ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അത് തീർന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ട് അതിനകത്ത് ഇപ്പം ചലഞ്ച് ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ സ്റ്റിൽ ദർ ഈസ് ലവേഴ്സ് കാർഡ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ആളുടെ ഈ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്നേഹം തന്നെയാണ്. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പോൾ പുതിയൊരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് പുതിയൊരു സ്റ്റാർട്ടിങ്, ഫ്രഷ് അപ്പ് സ്റ്റാർട്ടിങ്, ഒരു ന്യൂ വേ ഓഫ് തോട്ട് ഒക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആരോ ഒരാൾ ഈ വ്യക്തിനെ ഇന്റൻഷനലി ലീവ് ചെയ്തിട്ടുണ്ടോ. ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി ലീവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു അതാണ് ഞാൻ സെപ്പറേഷൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയൊരു സ്റ്റാർട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ദെൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തി നിങ്ങളൊരു ഫ്രണ്ടായിട്ടാണ് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്, നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടാവാം, സെലിബ്രേഷൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാവാം. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഡയറക്ഷൻ ലോസ് ജഗ്ലിങ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരോ ഒരാൾ ഓപ്ഷൻസോ ജഗ്ലിങ്ങോ ഒക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് ജോലിക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാൻസ് അതിനകത്ത് ഉണ്ട്. പിന്നെ ഇതിനകത്ത് 7 ഓഫ് കപ്സിന്റെ സിറ്റുവേഷൻ കാണാം. അതായത് ഇതൊക്കെ ഈ എനിക്ക് ഉണ്ടായിരുന്നതെല്ലാം പോവോ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്റൻഷൻ ഇതായിട്ടുണ്ടെങ്കിൽ അത് വളരെ അതിനെ വേദനാജനകമായിട്ട് നോക്കിക്കാണുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഈ വ്യക്തി ഉള്ളത്. ബട്ട് ഇവൺ ദോ അങ്ങനെയൊക്കെ ആണെങ്കിലും നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വേഗം ഫ്രണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് എത്രയും വേഗം വരുന്ന വളരെ ജെന്റിലായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇന്റൻഷൻ ഈസ് വെരി ക്ലിയർ ആൻഡ് വെരി വെരി നൈസ് എന്ന് പറയാനും പറ്റുള്ളൂ. വളരെ അമേസിങ് ഇന്റൻഷനാണ്. ഓക്കെ, സോ ഇതിനകത്ത് കുറെ വേദന ഈ ആൾക്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേദന നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഈ ആള് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള പൈൽ നമ്പർ 3യുടെ കേസിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഓൾട്ടർനേറ്റ് കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കാം. പൈൽ നമ്പർ 3, വാട്ട് ഈസ് യുവർ പേഴ്സൺസ് ഇന്റൻഷൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്? Supporting cards, please. സ്ട്രെങ്ത് ലോസ് ആയിട്ടുണ്ട്. സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ബട്ട് സ്ട്രെങ്ത് ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. മേ ബി യു സെപ്പറേറ്റഡ്, ദാറ്റ്സ് ദ തിങ്. മേ ബി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇങ്ങനൊരു അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ആൾക്ക് നിങ്ങളുടെ ഒരു പവർ കൊണ്ട് ആളുടെ പവർ കുറയാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാരണവും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. മീൻസ് ദർ ഈസ് ന്യൂ ബിഗിനിങ്, ചലഞ്ചിങ് ബിഗിനിങ്, നോട്ട് ചലഞ്ചിങ്, ലൈക്ക് അഡ്വഞ്ചറസ്, വെരി charming, and there is success on the way. Oh my goodness, Ace of Cups, no more conclusions. Ace of Cups means there is lot of love. Okay, and there is fear as well. അങ്ങനെ നേരത്തെ സംഭവിച്ച പോലെ സംഭവിക്കുമെന്നുള്ളൊരു ഫിയർ ഉണ്ട്. ദെൻ പേജ് ഓഫ് സോൾസ്, നല്ല കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ന്യൂ ആയിട്ട് തുടങ്ങണം, ന്യൂ ആയിട്ട് ചെയ്യണം. ഇറ്റ് ഈസ് സംതിങ് ചലഞ്ചസ് ഫോർ ദിസ് പേഴ്സൺ. ഓക്കെ, സോ പൈൽ നമ്പർ 3യുടെ കാര്യത്തിൽ ദർ ഈസ് വണ്ടർഫുൾ തിങ്സ് ആർ കമ്മിങ് ഓൺ ആൻഡ് ഇന്റൻഷൻസ് ആർ ഓൾസോ വെരി വണ്ടർഫുൾ. ഓക്കെ, ഓക്കെ, ദെൻ നൗ പൈൽ നമ്പർ 4ലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഞാനിതൊന്ന് ഇത് ചെയ്യട്ടെ. നമുക്കിനി ഒരു ടാരോട്ട് കാർഡ് റീഡിങ്ങും കൂടി വരും. അത് വീക്ക്ലി ടാരോട്ടാണ് ഫോർ എവറിബഡി. ഈ ആഴ്ച ഞാൻ ടോക്ക് ചെയ്യുന്നില്ല. സംതിങ് വി ഹാവ് ടു ലുക്ക് ഫോർ ന്യൂമറോളജി. നമുക്ക് ന്യൂമറോളജിയിൽ ചില കാര്യങ്ങൾ ഈ ആഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ലെന്ന് വരും, കാരണം എനിക്ക് ഇത്തിരി ബിസി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ തന്നെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണം പ്ലീസ്. ഞാൻ വളരെ ഭംഗിയായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വരാം. ഓക്കെ, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. ഓക്കെ, സോ പൈൽ നമ്പർ 3, സോറി, എന്തിനാണ് ഞാൻ എടുത്തു വെച്ചത്? പൈൽ നമ്പർ 3 കഴിഞ്ഞു. ഇനി പൈൽ നമ്പർ 4. What is the intention of your person in your relationship? Pile number 4. ഇതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. വേറെ സബ്ജക്റ്റ് ആയിരിക്കും, മലയാളം ചാനലിലുള്ളതല്ല. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ് മോർ. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ തിങ്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇതിനകത്ത് നോട്ടെ, ഇതെന്താ നോട്ടെ. ഓക്കെ,
card number 4. Okay. Oh my goodness. Everybody who have tower position recently all going to get. Chariot. Okay. Okay. So നമ്മുടെ ഇന്റൻഷനിൽ നമുക്കൊരു കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് എന്ന് പറഞ്ഞ കോയിൻസ്, ക്വീൻ ഓഫ് കോയിൻസ്. ഓക്കെ, സെയിം. അതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ്റെ ഓവറോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് സ്റ്റേബിളായിട്ട് ചിന്തിച്ചിട്ട് അത്യാവശ്യം നല്ല പണമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പണം ഉണ്ടാക്കാൻ നിങ്ങൾ പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാന്നല്ല, പ്രോസ്പെറസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ച് പോവാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ വളരെ 2 ഓഫ് കപ്സ്, വളരെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ആളാണ്. ഈക്വലായിട്ട് പരസ്പര ധാരണ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ, വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ബിക്കോസ് ഐ ക്യാൻ സീ ഹിയർ 2 ഓഫ് കപ്സ്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റൻഷനിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. 7 ഓഫ് കപ്സ് കാണുന്നുണ്ട്. 7 ഓഫ് കപ്പ് ഈസ് പ്രോഗ്രസിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫീലിംഗ് ഓഫ് ലോസ്. ഓക്കെ, ലോസ് വരുമോ എന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ നിങ്ങളെ ആളെ കാണുന്നത് ഒരു പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് രണ്ടുപേരും പാർട്ട്ണറായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻറ്റൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ ഗാർഡഡ് ആണ് ഈ പേഴ്സൺ അറ്റ് ദ മൊമെന്റ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ആളുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവാം പാസ്റ്റിൽ, അല്ലെങ്കിൽ പ്രസന്റ്ലി എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദ പാസ്റ്റ്. ഒരുപക്ഷെ ബിലീവ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ ടവർ മൊമെന്റ്. ഓക്കെ, ടവർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന അത് നല്ലതാവാം, മോശമാവാം, നല്ലതാവാം, രണ്ട് രീതിയിലും സംഭവിക്കാം. അപ്പം അങ്ങനെ എന്തോ മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം പാസ്റ്റ് എക്സ്പീരിയൻസിൽ. അതുകൊണ്ട് ഈ വ്യക്തി കുറച്ച് ഗാർഡനാണ്. കാരണം ഈ ഒരു 2 ഓഫ് വാൻസും ഈ ഒരു പ്രാക്ടിക്കാലിറ്റി മജീഷ്യനൊക്കെ ആണെങ്കിലും അത്ര ഷോ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ വ്യക്തി പാസ്റ്റിൽ വളരെയധികം ഡ്രീംഡ് ആയിട്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം, അത് അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഇംഗ്ലണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കെയറിങ് തിങ് ആണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ സ്കെയർ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ അതിനകത്തൊരു ടവർ മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടാണോന്ന് അറിയില്ല. ചെറിയൊരു പേടി വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഇന്റൻഷനിൽ. അതെനിക്കിവിടെ കാണാം. ഓക്കെ, സോ വാട്ട് എവർ മേ ബി സെപ്പറേറ്റഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഈ ഇന്റൻഷനിൽ ഒരു ഭയം വന്നിട്ടുണ്ട്. ഈ ഇന്റൻഷനിൽ ആ ഭയം നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. പിന്നെ എനിവേ സംതിങ് ഈസ് ന്യൂ ഈസ് കമ്മിങ് ഓൺ ദ വേ. ചാരിയറ്റ് കാണുന്നുണ്ട്. സോ ഇത് പ്രോഗ്രസീവ് ആണ്. ഈ ഇന്റൻഷൻസ് എല്ലാം വളരെ നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് മുന്നിലേക്ക് പോകുന്ന അവസ്ഥ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് മജീഷ്യൻ. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു മജീഷ്യനായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട്. വളരെ റിസോഴ്സ്ഫുള്ളായിട്ടും വളരെ ഇൻ്റലക്ച്വലായിട്ടും വളരെ ഇൻറ്റ്യൂറ്റീവായിട്ടൊക്കെ ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഗുണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അനദർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദാറ്റ് ഈസ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആസ് എൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ കൂടെ ജീവിക്കുമോ ഉണ്ടാകും എന്ന് ഈ വ്യക്തിക്ക് ഒരു ധാരണയുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ മൊബൈലാണ്. അറ്റ് ദ സെയിം ടൈം വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ജീവിതം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുമാതിരി സാമ്പത്തികമായിട്ടൊരു പ്രോസ്പെരിറ്റിയും, അല്ലെങ്കിൽ നിങ്ങളൊരു ക്യൂൻ ഓഫ് കോയിൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ ആള് കാണുന്നത്. അതായത്
വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾ തന്നെയായിട്ടാണ്, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് ഈ വ്യക്തിയുടെ ഇൻറ്റൻഷനിൽ നിങ്ങളെ കാണുന്നത്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ലിറ്റിൽ ബിറ്റ് സ്കെയർ ആസ് വെൽ. ഒരുപക്ഷെ നിങ്ങളെ പേടിക്കേണ്ടതാണോ? പേടിക്കാൻ അങ്ങനെയല്ല, പക്ഷെ ആ ഒരു സാഹചര്യത്തെ ഭയക്കുന്നുണ്ടാവും. സോ വാട്ട് ഈസ് ദ റെസ്പോൺസ്, supporting cards, okay? In between I have to fix this, okay? I'm sorry. സപ്പോർട്ടിങ് ആയിട്ടുള്ളത് നോക്കാം. നിങ്ങൾക്ക് ചായ തരാണ്ട് ഞാൻ ചായ കുടിക്കണത് ക്ഷമിക്കണം, നിവൃത്തിയില്ല എന്നാണ്. ഓക്കെ ഓക്കെ, സോ നമ്പർ 4, സപ്പോർട്ടിങ് ഇൻറ്റൻഷൻ. ഓക്കെ, ഇൻറ്റൻഷൻ ഒന്നും എന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. സക്സസ്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ കൂടെ ഒരു സക്സസ് ഈ വ്യക്തി കാണുന്നുണ്ട്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു സക്സസ് നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിച്ചാൽ ഉണ്ടാകും എന്ന് ഈ വ്യക്തിക്ക് ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് മുതിരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ സംതിങ് ഗുഡ്, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്, റൈറ്റ്? സംബഡി ഈസ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അപ്പം നമുക്ക് അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് ഇതിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഹാങ് ചെയ്ത് തന്നെയാണ് നിൽക്കണേ. ഇത്രയുള്ള അതിനകത്ത് പറയാം. അപ്പം പയൽ നമ്പർ 1, പയൽ നമ്പർ 2, പയൽ നമ്പർ 3, പയൽ നമ്പർ 4 ഞാനിവിടെ ഇൻറ്റൻഷൻസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ അത് മനസ്സിലെടുത്തിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുന്നിലേക്ക് പോവുക. ഓക്കെ, സോ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു എപ്പിസോഡും കൂടി ഞാൻ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഇതുപോലെ തന്നെ ഫേസ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്, ബിക്കോസ് ലോട്ട് ഓഫ് തിങ്. നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓൺലൈനിൻ്റെ ഇതുവരും ചിലപ്പോൾ ലാൻഡ് ഫോണിൽ കോൾസ് വരാൻ സെയിം ടൈമിൽ. ഇപ്പോൾ ഭാഗ്യത്തിന് ഇതെടുത്തപ്പോൾ ഒന്നും വന്നില്ല, നേരത്തെ എനിക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സോ അതുകൊണ്ടാണ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇംഗ്ലീഷ് ചാനലിൽ പുതിയത് വന്നിട്ടുണ്ടാവും, അത് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് ചാനലിൽ വീക്ക്ലി റീഡിങ് ഒഴിച്ച് ബാക്കിയൊന്നും ഒരുപോലത്തെ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല ഇനി. കാരണം ഐ വോണ്ട് യു ടു സബ്സ്ക്രൈബ് ദാറ്റ് ചാനൽ ആസ് വെൽ. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം കാണണ്ടേ. നമ്മൾ ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്ത അവസ്ഥയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വളരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര നന്നായിട്ട് ഭയങ്കര സംഭവമായിട്ട് ഇംഗ്ലീഷ് പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് ഇംഗ്ലീഷൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ, കാരണം എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, ഇൻ വൺ സെൻസ്. ഓക്കെ, so thank you for watching today. Thank you very much. Bye bye.